ദൈവം എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നുണ്ട്. എന്നാൽ അഹങ്കാരികളുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല. അവരുടെ യാചനകൾ നിരസിക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിൽ താഴ്മയുള്ളവർക്ക് ദൈവം കണക്കറ്റ ദാനം നൽകുന്നു. അതിനായി നമുക്ക് താഴ്മയുള്ളവരായി ജീവിക്കാം. ദൈവത്തിൻ്റെ 10 കൽപ്പനകളും അനുസരിച്ച് മുന്നോട്ടു പോവുക. നമ്മുടെ പ്രാർത്ഥനകൾ വളരെ വേഗത്തിൽ ദൈവത്തിലേക്ക് എത്തുന്നത് പരിശുദ്ധ മാതാവ് വഴിയാണ്. ഇന്നത്തെ പരിശുദ്ധ മാതാവിനോടുള്ള ഈ ശക്തമായ നിയോഗ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരും ഈ നിമിഷത്തിൽ കടന്നു പോകുന്ന എല്ലാ വേദനകളെയും സമർപ്പിച്ച് വിശ്വാസത്തോടെ പങ്കെടുക്കുക. കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ മാധ്യസ്ഥം വഹിച്ചതുപോലെ നിങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്ന ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടിയും പരിശുദ്ധ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും, മാധ്യസ്ഥം വഹിക്കും. വലിയൊരു സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം നിങ്ങൾക്കുടനടി ഉണ്ടാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമലോത്ഭവ കന്യകയെ, ദൈവസുതന്റെ പരിശുദ്ധവും നിർമ്മലവുമായ സക്രാരെ, അങ്ങയുടെ ഉദരഫലമായ ഈശോയെ ലോകരക്ഷയ്ക്കായി അങ്ങ് സമർപ്പിച്ചല്ലോ. പാപഭാരവുമായി കഴിയുന്നവർക്ക് അങ്ങയുടെ തിരുകുമാരനിൽ നിന്നും കൃപാവരങ്ങൾ വാങ്ങിത്തരണമേ. ദൈവസ്നേഹത്തിൻ്റെ വീഞ്ഞ് വറ്റിയ ഹൃദയഭരണികളിൽ സ്നേഹത്തിൻ്റെ വീഞ്ഞ് നിറയ്ക്കുവാൻ വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. വചനോപാസകയായ അമ്മേ, അങ്ങ് നിത്യദൈവത്തിന് മനസ്സിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു. ഉടനെ വചനം അങ്ങിൽ മനുഷ്യാവതാരം ചെയ്തു. എൻ്റെ മനസ്സാകുന്ന വാതിലിൽ മുട്ടി കാത്തു നിൽക്കുന്ന ദൈവത്തിൻ്റെ ഹിതം അനുനിമിഷം ഏറ്റുവാങ്ങുവാൻ എന്നെ സഹായിക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും മാതാവേ, വിശ്വാസയാത്രയിൽ വഴിയും സത്യവും ജീവനുമായ ഈശോയെ എല്ലാവർക്കും അങ്ങ് കാട്ടിക്കൊടുക്കണമേ. നരകസർപ്പത്തിൻ്റെ തല തകർത്തവളായ പരിശുദ്ധ കന്യകേ, പിശാചിൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്നും മോചനം നേടുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവും രക്ഷകനുമായ ഈശോയെ സമ്പൂർണമായ സ്നേഹത്താൽ സ്നേഹിക്കുവാൻ തുണയരുളണമേ. പരിശുദ്ധ തൃത്വത്തിൻ്റെ സമ്പൂജ്യമായ ആലയമേ, നിർമ്മല കന്യകേ, അങ്ങയുടെ ആത്മാവ് എന്നിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അങ്ങയുടെ അരൂപി എന്നിലായിരുന്നു കൊണ്ട് ദൈവത്തിൽ ആനന്ദം കൊള്ളട്ടെ. ഞാൻ അങ്ങയുടെ സുതനും മാംസം ധരിച്ച ജ്ഞാനവുമായ ഈശോയുടെ യഥാർത്ഥ ശിഷ്യനും അനുയായിയുമായി തീരട്ടെ. അങ്ങനെ അങ്ങയുടെ മാതൃകയും മാധ്യസ്ഥവും വഴി ഭൂമിയിൽ പിതാവിൻ്റെ പൂർണ്ണതയും സ്വർഗത്തിൽ അങ്ങയോടൊത്തുള്ള മഹത്വവും എനിക്ക് ലഭിക്കുമാറാകട്ടെ. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകേ, ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവൻ്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ച് കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അങ്ങയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാരപ്രവൃത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപ്പാദിങ്കൽ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും
ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിൻ്റെ തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. യേശുവിൻ്റെ അമൂല്യ രക്തമേ, ഞങ്ങൾക്ക് സംരക്ഷണമേകണമേ. നിത്യസഹായ മാതാവേ, അങ്ങ് സമ്പന്നയും ഉദാരമതിയുമാകുന്നു. ദൈവം ഞങ്ങൾക്കായി നൽകുന്ന എല്ലാ ദാനങ്ങളും അങ്ങ് വിതരണം ചെയ്യുന്നു. അങ്ങ് പാപികളുടെ പ്രതീക്ഷയാകുന്നു. പ്രിയപ്പെട്ട മാതാവേ, അങ്ങയുടെ പക്കലേക്ക് തിരിയുന്ന ഞങ്ങളുടെ സഹായത്തിനെത്തേണമേ. ഞങ്ങൾക്ക് അങ്ങയുടെ കരങ്ങളിൽ രക്ഷയുണ്ട്. ഞങ്ങളുടെ രക്ഷ അങ്ങയുടെ കരങ്ങളിലാകുന്നുവല്ലോ. ഞങ്ങൾ അങ്ങയുടെ മക്കളാകുന്നു. പ്രിയം നിറഞ്ഞ മാതാവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്കൊന്നും ഭയപ്പെടുവാനില്ല. മിശിഹായിൽ നിന്ന് ഞങ്ങൾക്ക് പാപമോചനം പ്രാപിച്ചു തരയണമേ. അങ്ങ് മിശിഹായോട് കൂടി ആയിരിക്കുമ്പോൾ സകല നാരകീയ ശക്തികളെക്കാളും അങ്ങ് കൂടുതൽ ശക്തിയുള്ളവളാകുന്നു. അങ്ങയുടെ സമീപത്ത് നിന്നുകൊണ്ട് അവിടുത്തെ തിരുകുമാരനും ഞങ്ങളുടെ സഹോദരനുമായ ന്യായാധിപനെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് പ്രലോഭനമുണ്ടാകുമ്പോൾ അങ്ങയുടെ സഹായം തേടാതെ നഷ്ടപ്പെട്ട മക്കളായി തീരുമോ എന്നതാണ് ഞങ്ങളുടെ ഭയം. ആകയാൽ നിത്യസഹായ മാതാവേ, ഞങ്ങൾക്ക് പാപങ്ങളുടെ മോചനവും ഈശോയോടുള്ള സ്നേഹവും പ്രസാദവരത്തിൽ അന്ത്യം വരെയുള്ള നിലനിൽപ്പും എപ്പോഴും അങ്ങയുടെ സങ്കേതം തേടുന്നതിനുള്ള അനുഗ്രഹവും പ്രാപിച്ചു തരയണമേ. ഏറ്റവും നിർമ്മല കന്യകേ, അവതീർണ വചനത്തിൻ മാതാവേ, പ്രസാദവര നിലയമേ, പാപികൾ ഞങ്ങളുടെ അഭയമേ, സജീവ വിശ്വാസത്തോടെ നിൻ മാതൃസ്നേഹത്തിലേക്ക് ഞങ്ങൾ ഓടി വരുന്നു. ദൈവത്തിൻ്റെയും നിന്റെയും തിരുഹിതം എന്നെന്നും നിറവേറ്റുവാൻ വേണ്ട വരപ്രസാദം ഞങ്ങൾക്ക് ലഭിച്ചു തരുവാൻ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയായ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന ദൃഢശരണത്തോടെ ഞങ്ങളുടെ ആത്മശരീരാരോഗ്യം നിന്നിൽ നിന്നിരന്നുകൊണ്ട് നിന്റെ തൃക്കരങ്ങളിൽ ഞങ്ങളുടെ ആത്മസംരക്ഷണം ഞങ്ങളിതാ ഭരമേൽപ്പിക്കുന്നു. ആകയാൽ സജീവ വിശ്വാസത്തോടെ ഞങ്ങൾ യാചിക്കുന്ന ഈ ആവശ്യം ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഞങ്ങളുടെ ആവശ്യങ്ങൾ എത്രയും വേഗം അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ. ഏറ്റവും ദിവ്യ കന്യകേ, ഈശോയുടെ അതിനിർമ്മല മാതാവാകുവാൻ നിത്യകാലം മുതൽക്കേ ആരാധ്യ തൃത്വത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളെ, നമ്മുടെ ദിവ്യനാഥൻ്റെ മനുഷ്യാവതാര വേളയിലും നിന്റെ നിർമ്മലോദരത്തിൽ നീ അവിടുത്തെ സമ്മഹിച്ച ആ 9 മാസവും നീ അനുഭവിച്ച ആനന്ദത്തെ നിന്നെ അനുസ്മരിപ്പിക്കുവാൻ നിന്റെ ഈ വിനീത ഭക്തനെ അനുവദിച്ചാലും. ദുഃഖിതരിൽ അലിവേറും നാഥേ, എൻ്റെ തീവ്ര പ്രാർത്ഥനകൾ വഴി ആ ആനന്ദത്തെ നവീകരിക്കുവാനോ വർദ്ധിപ്പിക്കാൻ പോലുമോ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം. ഏറ്റവും കാഠിന്യമുള്ള ഹൃദയങ്ങളെയും ജയിച്ച് കീഴടക്കുന്നതിന് അങ്ങേ പുത്രനോട് സ്വാധീന ശക്തിയുള്ളവളെ, ഓ പരിശുദ്ധ മാതാവേ, ഞങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ഹൃദയങ്ങൾ അങ്ങേ പുത്രൻ്റെ കൃപാരശ്മിയാൽ മാർദ്ദവപ്പെട്ട് സത്യവിശ്വാസത്തിൻ്റെ ഐക്യത്തിലേക്ക് പിന്തിരിഞ്ഞ് വരുന്നതിന് അങ്ങ് മാധ്യസ്ഥം വഹിക്കണമേ. പാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ,
അങ്ങയോട് യാചിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദുഃഖിതരുടെ മാതാവേ, ദൈവ തിരുമനസ്സിന് എല്ലാറ്റിനും ഉപരിയായി തിരഞ്ഞെടുക്കണമെന്ന് ദൈവത്തിൻ്റെ അഗാധത്തിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓ ഞങ്ങളുടെ പരിശുദ്ധ വിജയമാതാവേ, മിശിഹായോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഞങ്ങളോട് കരുണ തോന്നി അപേക്ഷകൾ സ്വീകരിക്കണമേ. സ്വർഗീയ രാജ്ഞി, അങ്ങേ പരിപാവനമായ തൃപ്പാദിങ്കൽ മുട്ടുകുത്തി മഹാ എളിമയോടെ ഞാൻ വണങ്ങുന്നു. അങ്ങൊന്ന് നിത്യപിതാവിൻ്റെ പുത്രിയും ദൈവവചനത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമാകുന്നു. അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. സർവപ്രസാദ വരങ്ങളാലും പുണ്യങ്ങളാലും ദാനങ്ങളാലും സമ്പൂർണയായ അങ്ങ് എത്രയും പരിശുദ്ധ തൃത്വത്തിൻ്റെ വെണ്മയേറിയ ദേവാലയമായിരിക്കുന്നു. ദൈവത്തിൻ്റെ അളവറ്റ അനുഗ്രഹത്തിൻ്റെ നിക്ഷേപകാരിയും അത് പ്രദാനം ചെയ്യുന്നവളുമാകുന്നു. അങ്ങേ പരിശുദ്ധ ഹൃദയം പാപികളായ ഞങ്ങളുടെ നേരെയുള്ള സ്നേഹവും കരുണയും അനുഗ്രഹവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ ദൈവകൃപയുടെ മാതാവെന്ന് അങ്ങയെ ഞങ്ങൾ വിളിക്കുന്നു. ആമേൻ.